അഡ്വക്കേറ്റ് ശ്യാമസ്, രണ്ട് കാര്യങ്ങളിൽ ഒന്ന് സമ്മതിക്കേണ്ടി വരും. ഒന്നുകിൽ ഇത് മുതലെടുത്തതാണ് ഭീകര സംഘടനകൾ, അല്ലെങ്കിൽ പാറ്റകൾ കൂടി അറിഞ്ഞിട്ട് സംഭവിച്ചതാണ്. ഇനിയെങ്കിലും ഇത്തരം സമരങ്ങൾ അപകടമെന്ന് സമ്മതിക്കുന്നു. ബഹുമാനപ്പെട്ട ആങ്കറുടെ ആമുഖമായുള്ള വർത്തമാനം കേട്ടപ്പോൾ ടൈം മെഷീനിൽ കയറി ഇന്ത്യയുടെ ഭരണം UPA ഭരണകാലത്തേക്ക് തിരിച്ചു പോയോ എന്നൊരു സംശയമാണ് ഈ ചർച്ച കേട്ടിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ആദ്യം തന്നെ പങ്കുവെക്കുവാനുള്ളത്. എൻ്റെ അറിവിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ആണ്, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായാണ്. ആങ്കർ ആമുഖത്തിൻ്റെ ഭാഗമായി സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഡൽഹിയിൽ ദൃശ്യങ്ങൾ അവിടെ നിന്ന് ക്യാമറ വഴി പാകിസ്ഥാനിൽ ദൃശ്യമാകുന്ന നിലയിലേക്ക് സംപ്രേഷണം ചെയ്തുവെങ്കിൽ എവിടെയാണ് ഇന്ത്യയുടെ ഇൻ്റലിജൻസ്? എവിടെയാണ് ഇന്ത്യയുടെ മിലിറ്ററി ഇൻ്റലിജൻസ്? എവിടെയാണ് ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്? നമുക്ക് പറയേണ്ടി വരുന്നത് ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ആ ഇന്റലിജൻസ് സംവിധാനം നിലവാരമുള്ളതായതുകൊണ്ടാണല്ലോ ഉദ്ദേശിച്ച കാര്യം നടക്കാതെ പിടിക്കപ്പെട്ടത്. ജന്തർ മന്ദറിൽ പോയി മടങ്ങി വന്ന സംഘത്തെ പഞ്ചാബ് പോലീസ് പിടിക്കുന്നു. ആ പോലീസ് സംഘം ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിലേതായിട്ട് പോലും അവർക്കത് എണ്ണി എണ്ണി പറയേണ്ടി വരുന്നു. ആ സംവിധാനം ഇവിടെ ഉണ്ട്. ആ സംവിധാനം ഇവിടെ ഉള്ളപ്പോഴാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ കനത്ത സുരക്ഷയെ മറികടന്ന് ഈ പറയുന്നത് പോലെ തീവ്രവാദ ബന്ധമുള്ള ചെറുപ്പക്കാർക്ക് ഈ രാജ്യത്തിൻ്റെ അതിർത്തികൾക്കുള്ളിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ ആലോചിക്കണം. ഈ സംവിധാനം ഉള്ളപ്പോഴാണ് ഡൽഹിയുടെ തന്ത്രപ്രധാന സുരക്ഷാ മേഖലകൾക്കടുത്തുവരെ അവിടെ വന്ന് സുരക്ഷാ സന്നാഹം കണ്ട് തിരിഞ്ഞോടിയെന്ന് നിങ്ങൾ തന്നെ പറയുന്നത്. അവിടെയും നമ്മൾ പറയേണ്ടത്, ഈ സുരക്ഷാ സന്നാഹം കണ്ട് തിരിഞ്ഞോടിയെന്ന് പറയുമ്പോൾ ഡൽഹി പോലീസിൻ്റെ സാന്നിധ്യം ഡൽഹി പോലീസിൻ്റെയും മിലിറ്ററിയുടെയും വലയത്തിലായിരുന്നു CJPയുടെ സമരം നടന്ന സമയത്ത്. ആ വലയത്തിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് പോലും ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തേക്ക്, നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തിന് നേരെ നിരവധി ആക്രമണങ്ങൾ മുൻപ് നടന്നിട്ടുണ്ട്. പാർലമെൻറ്റ് ഭീകരാക്രമണത്തെക്കുറിച്ച് നമ്മൾക്കറിയാം. പിന്നീട് മറ്റ് സൈനിക കേന്ദ്രങ്ങളിൽ നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അവസാനം പെഹൽഗാം, ഈ രാജ്യത്തിൻ്റെ കണ്ണുനീരാകെ പെഹൽഗാമിലേക്ക് ഒഴുകിയ കഥ നമുക്കറിയാം. അപ്പോൾ ഇത്രയും സുരക്ഷാ വീഴ്ചകൾ ഈ ഭരണകാലത്ത് മുൻപുണ്ടായിരുന്നിട്ട് പോലും ഒരു മുൻകരുതലെടുക്കുവാൻ, അല്ലെങ്കിൽ ഈ നമ്മുടെ സുരക്ഷാ അതിർത്തി കടന്നുകൊണ്ട് ഇത്തരം തീവ്രവാദികൾക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ 4 അതിർത്തികൾക്കകത്തേക്ക് കടന്നു വരുവാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നത്. അതിൽ തീർച്ചയായിട്ടും അന്വേഷണം വേണം. ഈ തീവ്രവാദികൾക്ക് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിനകത്തേക്ക് ഇങ്ങനെ കടന്നു വരാൻ കഴിയുന്നത്? ഈ തുടർച്ചയായ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു കോൺവോയ് വാഹനങ്ങൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച കോൺവോയ് കൊണ്ടുവന്ന് ആക്രമണം നടത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. രാജ്യം പകച്ചു നിൽക്കുകയാണ് ഈ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ. ആ പശ്ചാത്തലത്തിലാണ് പുതിയൊരു മുന്നറിയിപ്പ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. ഭീകരവാദികൾ ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തേക്ക് വരെ ഇങ്ങനെ സ്വതന്ത്രമായി സഞ്ചരിച്ചിരിക്കുന്നു. സ്വതന്ത്രമായി സഞ്ചരിച്ച സമയത്തും ഡൽഹിയുടെ പോലീസ് അനങ്ങിയിട്ടില്ല, ഡൽഹിയുടെ പോലീസ് അറിഞ്ഞിട്ടില്ല, BSF അറിഞ്ഞിട്ടില്ല, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അറിഞ്ഞിട്ടില്ല. ഇവർക്കൊക്കെ എന്താണ് പണി? ഈ രാജ്യം ആരാണ് ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നത് എന്നാണ് എന്റെ സംശയം. ഈ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ വരാനിരിക്കുന്നത് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടോ എന്നാണ്. ഈ വന്നവരൊക്കെയും പാകിസ്ഥാനിൽ നിന്ന് വന്നവരെന്ന് പൂർണ്ണമായും പറഞ്ഞിട്ടില്ല. പാകിസ്ഥാനെ സഹായിക്കുന്ന ചാരസംഘടനയുടെ ചാരന്മാരായി ഇവിടെ പ്രവർത്തിക്കുന്നവരാണ്. പാകിസ്ഥാൻ നേതാവിന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്നവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഭീകരനുമായി ബന്ധമുള്ളവർക്ക് എങ്ങനെയാണ് ഈ രാജ്യത്ത് കടന്നു വരുവാൻ കഴിയുന്നത്, സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ കഴിയുന്നത്? കടന്നു വന്നു എന്നല്ല പറയുന്നത്, അവിടെയുള്ള ഭീകരരുമായി ബന്ധമുള്ളവർ ഇവിടെയുണ്ട്. ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലകളിലെ ദൃശ്യങ്ങൾ പാകിസ്ഥാനിലേക്ക് പ്രക്ഷേപണം ചെയ്തു എന്നാണ് ആര് കണ്ടുപിടിച്ചു? പോലീസ് കണ്ടുപിടിച്ചു. റിസർച്ച് ആൻഡ് അനാലിസിസ് കണ്ടുപിടിച്ചോ? BSF കണ്ടുപിടിച്ചോ? ഇന്ത്യയുടെ മിലിറ്ററി ഇന്റലിജൻസ് കണ്ടുപിടിച്ചോ? ഈ സംവിധാനങ്ങളെ
ആര് കണ്ടുപിടിച്ചാലും ഭരണ സംവിധാനത്തിൽ നിന്ന് കണ്ടുപിടിച്ചതല്ലേ? സംവിധാനങ്ങൾക്കകത്ത് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് ജനങ്ങൾ ഉറങ്ങുന്നത്? ശ്യാം ആദ്യം സമ്മതിക്കൂ. പാർട്ടികളുടെ സമരത്തിന് പിന്നിൽ ഇത്തരം ബന്ധങ്ങളുണ്ടായിരുന്നു സമ്മതിക്കൂ. ഡയറക്റ്റ് എന്ത് ബന്ധം ഈ തീവ്രവാദി ബന്ധമുണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നവരുമായി അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നവരുമായി ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവരുമായി CJPയുടെ നേതാക്കൾക്ക് എന്ത് ബന്ധമുണ്ടെന്ന് ഇതുവരെ തെളിയിക്കാൻ കഴിയും? ഒരു കാരണവും തെളിയിക്കപ്പെട്ടില്ല. ഭരിച്ചിട്ടുള്ള കേരളത്തിൽ ഭീകര സംഘടനകൾക്ക് ബന്ധമില്ലേ? കേരളത്തിൽ ഭീകര സംഘടനകൾക്ക് രാജ്യത്താകമാനം ഭീകരർ കടന്നു വരുന്നില്ലേ? രാജ്യത്തിനകത്തുള്ള കേരളത്തിനാണോ ഈ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കേണ്ടതിന്റെ ബാധ്യത? കേരള പോലീസിനാണോ? ഈ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കേണ്ടതിന്റെ പൂർണ്ണമായ ബാധ്യത കേന്ദ്ര സർക്കാരിന്റെ സേനാ വിഭാഗങ്ങൾക്കാണ്. വിവിധ സേനാ വിഭാഗങ്ങൾ ഈ രാജ്യത്ത് ഉറങ്ങുകയാണോ എന്നാണ് ഒരു രാജ്യത്തിന്റെ പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് ചോദിക്കുവാനുള്ളത്. ശ്യാം ചോദിച്ചോളൂ. ശ്യാമിന്റെ പക്ഷത്ത് നിന്ന് അങ്ങനെ ചോദിക്കാം, ഒരു സംശയമില്ല. പക്ഷേ പെട്രോൾ ബോംബ് ഉണ്ടാക്കാൻ നിർമ്മാണ വസ്തുക്കൾ സംഘടിപ്പിച്ചുവെന്നും ആയുധങ്ങൾക്കായി രാജ്യത്തിനകത്തുള്ള ഒരാളുമായി ധാരണ ഉണ്ടാക്കിയെന്നും സുപ്രധാന കേന്ദ്രങ്ങളിൽ ഒളിക്യാമറ സ്ഥാപിച്ച് പാകിസ്ഥാനിലേക്ക് ദൃശ്യങ്ങൾ എത്തിച്ചുവെന്നും കണ്ടുപിടിച്ചത് ഇവിടുത്തെ സുരക്ഷാ സംവിധാനം വഴിയാണ്. ഇവിടുത്തെ സുരക്ഷാ സംവിധാനം വഴിയാണെന്ന് ആദ്യം പറയുന്നില്ലല്ലോ. ഇവിടുത്തെ സുരക്ഷാ സംവിധാനമാണോ ഇപ്പൊ അവരെ ഇങ്ങോട്ട് പറഞ്ഞത്? ഇവിടുത്തെ സുരക്ഷാ സംവിധാനമാണോ അവരെ അറസ്റ്റ് ചെയ്തത്? അവരെ അറസ്റ്റ് ചെയ്തത് പഞ്ചാബ് പോലീസാണ്. ഞാൻ ചോദിക്കുന്നത്, രാജ്യത്തിന്റെ സുരക്ഷ പഞ്ചാബ് പോലീസിനെയാണോ ഏൽപ്പിച്ചിരിക്കുന്നത്? രാജ്യത്തിന് നേരെ ഒരു അതിക്രമം നടന്നാൽ, രാജ്യത്തിന് നേരെ ഒരു നീക്കം നടന്നാൽ അത് പഞ്ചാബ് പോലീസാണോ ആദ്യം കണ്ടെത്തേണ്ടത്? എവിടെയാണ്? ഞാൻ അതാണ് വീണ്ടും ചോദിക്കുന്നത്. ഇന്ത്യയുടെ ഇന്റലിജൻസ് എവിടെയാണ്? ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് എന്താണ് ജോലി? ഇത്രയും ഭീകരാക്രമണങ്ങളുടെ ഒരു പോലും മോഡിയുടെ സുരക്ഷാ ഏജൻസികൾ ഉറങ്ങുകയാണോ എന്നാണ് ചോദിക്കുവാനുള്ളത്. സത്യപാൽ മാലിക് ഇവിടെ പറഞ്ഞല്ലോ സുരക്ഷാ വീഴ്ചയെ കുറിച്ച്. കരസേനയുടെ മുൻ മേധാവി പറഞ്ഞല്ലോ. ഈ സുരക്ഷാ വീഴ്ചകൾ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ നമ്മുടെ രാജ്യത്ത് ഈ മോഡി ഭരണകാലത്ത് മുന്നോട്ട് വയ്ക്കുകയല്ലേ? ആ മുന്നോട്ട് വെക്കുന്ന സമയത്ത് പോലും ഇത്രയും അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലും നമ്മുടെ രാജ്യത്ത് സുരക്ഷാ വീഴ്ചകൾ ആവർത്തിക്കുന്നതിന്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ് നിങ്ങൾക്ക് സംസ്ഥാനങ്ങൾക്ക് മുകളിൽ വെച്ച് കെട്ടാൻ കഴിയുന്നത്? മറ്റൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ശരിവെക്കുന്നു. എന്റെ ചോദ്യം, ഇനിയെങ്കിലും ഇത്തരം സമരങ്ങൾ അപകടമെന്ന് സമ്മതിക്കോ? രാജ്യത്ത് നടക്കുന്നു. അതാണ് ഞാൻ പറയാൻ വരുന്നത്. വള്ളത്തോള് പോരാ നാളിൽ ദൂരം ഉയരട്ടെ ഭാരതഷ്മദേവിയുടെ തൃപ്പതാകകൾ എന്ന് പാടിയതിനു ശേഷം പാടുന്നുണ്ട്, നമ്മൾ നൂറ്റ നൂലുകൊണ്ട് നമ്മൾ നെയ്ത വസ്ത്രം കൊണ്ട് നിർമ്മിതം ഈ അനീതിക്കൊരു അന്ത്യാവരണം. ഈ രാജ്യത്ത് നടന്ന ഒരു മഹത്തായ സമരം നമ്മുടെ ലോകത്തെ മറ്റ് രാഷ്ട്രങ്ങളിൽ നടന്ന സമരങ്ങളുമായി എങ്ങനെയാണ് വ്യത്യസ്തമായത്? ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമരം തന്നെയായിരുന്നു ഈ രാജ്യത്തിൻ്റെ പുതിയ തലമുറ ഈ രാജ്യത്ത് കാഴ്ചവെച്ചത്. അവരുടെ നയങ്ങൾ വ്യത്യസ്തമായിരുന്നു, അവരുടെ സമരരീതികൾ വ്യത്യസ്തമായിരുന്നു. ഞാൻ ഉൾപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികൾ പോലും അത് പറയുന്നു. പരമ്പരാഗത സമരരീതികളിൽ നിന്ന് മാറിക്കൊണ്ട് റോസാപ്പൂക്കൾ കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. സമരം ചെയ്ത ഇടങ്ങൾ ചൂലുകൊണ്ട് അടിച്ചുവാരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ഭക്ഷണം വിതരണം ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഹാഷ്ടാഗിലൂടെ കോടിക്കണക്കിന് ചെറുപ്പക്കാരെ ഒരുമിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു സമര കാഴ്ചകൾ പുതുമയുള്ളൊരു കാഴ്ചയായിരുന്നു. ആ സമരത്തെയാണ് തീവ്രവാദ ബന്ധമുണ്ടെന്ന ആരോപണത്തിലൂടെ ഉന്മൂലനം ചെയ്ത് കളയാമെന്ന് അന്നു മുതൽ ഭരണകൂടം ശ്രമിക്കുന്നത്. അധികാരം ദുഷിപ്പിക്കുമെന്നും സമൂലാധികാരം സമ്പൂർണ്ണം ദുഷിപ്പിക്കുമെന്നും ലോർഡ് ആക്ടൺ പറഞ്ഞിട്ടുണ്ട്. അധികാരം ദുഷിപ്പിക്കുന്ന ഒരു ഭരണകൂടം ഈ രാജ്യത്ത് നടന്ന ഒരു മഹത്തായ സമരത്തെ, ആ സമരം ഉയർത്തിവിട്ട അലയൊലികളെ അങ്ങനെയൊന്നും അടിച്ചമർത്താൻ കഴിയില്ല എന്ന് മാത്രമാണ് ഇതിന്റെ ഭാഗമായി, ഈ മറുപടിയായിട്ട് ഭാഗമായി സൂചിപ്പിക്കുവാനുള്ളത്.